അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം അടുക്കുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. ഒന്ന് തീർച്ചയായും രാഷ്ട്രീയമാണ്. ദേശീയ തലത്തിൽ തന്നെ വളരെയധികം രാഷ്ട്രീയമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമായി തന്നെയാണ് ജനുവരി 22-നെ നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ആദ്യം കേരള രാഷ്ട്രീയം നോക്കാം. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കില്ല എന്ന് ഇന്ന് കേന്ദ്ര തീരുമാനം വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നതാണ് കോൺഗ്രസ് നിലപാട്. NSS നേരത്തെ ഒരു അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു. NSSന് അവരുടെ അഭിപ്രായം പറയാമെന്നും വി ഡി സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ആരാധനാലയത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കാനുമാണ് BJP ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു നടപടിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ നിലപാട്. NSSന് അവരുടെ അഭിപ്രായം പറയാം. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ആരുടെ മീതെ അടിച്ചേൽപ്പിക്കുക. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ അഭിപ്രായമാണ്, പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായമാണ്, ഞങ്ങളെടുത്ത തീരുമാനമാണ്. NSS നിലപാടിനെ പിന്തുണച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള രംഗത്ത് വന്നു. രാജ്യത്തിന്റെ പൊതു താൽപര്യം ഉൾക്കൊണ്ടുള്ള NSS നിലപാട് ഗൗരവപൂർവ്വം കണക്കിലെടുക്കണം. നിലപാടിൽ രാഷ്ട്രീയമുണ്ടെന്ന് വ്യാഖ്യാനിക്കുന്നവർ അങ്ങനെ വ്യാഖ്യാനിക്കട്ടെ. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി ഉചിതനായ വ്യക്തിയെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. NSS അതുപോലെ സുകുമാരൻ നായർ സാറ് എന്നും എടുത്ത നിലപാട് അത് അവിടെ വരണമെന്നാണ്. അതിനുവേണ്ടി അവരുടേതായ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെ ഗൗരവപൂർവ്വം കേരളീയ സമൂഹം കണക്കിലെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ സമുച്ചയം ഉയരുന്നതിന് എല്ലാവരും സഹകരിക്കാണ് വേണ്ടത്. അതിനെ വിവാദമാക്കാതിരിക്കാൻ ശ്രമിക്കണം. രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ച രാഷ്ട്രായ സ്വാഹ എന്നുള്ള നിലക്ക് ഇതം നമമ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. NSSന് പിന്നാലെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ പിന്തുണച്ച SNDPയും അയോധ്യ പ്രാണപ്രതിഷ്ഠാ കർമ്മം അഭിമാനമുയർത്തുന്ന ആത്മീയ മുഹൂർത്തമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ശ്രീരാമൻ വ്യക്തിജീവിതത്തിലും കർമ്മപഥത്തിലും മര്യാദാ പുരുഷോത്തമനായിരുന്നു. പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ വിശ്വാസികളും ഭവനങ്ങളിൽ ദീപം തെളിയിക്കണമെന്നും വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തു. RSS നേതാക്കൾ വെള്ളാപ്പള്ളി നടേശന് വീട്ടിലെത്തിയാണ് അക്ഷതം നൽകിയത്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന കോൺഗ്രസ് നിലപാട് സ്വാഗതം ചെയ്യുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. കോൺഗ്രസിന്റെ നിലപാട് മാറ്റത്തിനു കാരണം ഇടതുപക്ഷ സ്വാധീനമാണ് എന്നും MV ഗോവിന്ദൻ അവകാശപ്പെടുന്നു. രാഷ്ട്രീയ താൽപര്യത്തോടെയാണ് അയോധ്യയിൽ പരിപാടി നടക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഈശ്വര നിന്ദയല്ല എന്നും NSS നിലപാട് തള്ളിക്കൊണ്ട് MV ഗോവിന്ദൻ പറഞ്ഞു. രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിയിൽ അനുയായികളൊക്കെ പങ്കെടുത്തോട്ടെ, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനമെങ്കിലും എടുക്കുന്നതിന് ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ഫലപ്രദമായ സ്വാധീനം ചെലുത്തപ്പെടുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഉൽപ്പന്നമാണ് ആ തീരുമാനമെന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ് കോൺഗ്രസിൻ്റെ ഈ തീരുമാനം പോലും മാറ്റുന്നതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ട്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന കോൺഗ്രസ് തീരുമാനം വൈകി വന്ന വിവേകമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഗാന്ധിജിയുടെ പാർട്ടിക്ക് ഗോഡ്സെയുടെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനാകില്ല. നിലപാടെടുക്കാൻ ഇത്ര കാലതാമസത്തിന്റെ ആവശ്യമില്ലായിരുന്നുവെന്നും ബിനോയ് വിശ്വം. എന്തുകൊണ്ട് ഇത്രയും കാലവിളംബം ഉണ്ടായി? മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക് ഗോഡ്സെയുടെ പാർട്ടി വിളിച്ചാൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഇത്രയേറെ താമസം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അതുണ്ടായിപ്പോയ താമസം എന്തായാലും അത് തിരുത്തിയതിൽ തോന്നുന്നില്ല. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് BJP. ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തോട് ജവഹർലാൽ നെഹ്റു കാണിച്ച അവഗണനയാണ് ഇപ്പോൾ കോൺഗ്രസ് അയോധ്യയോട് കാണിക്കുന്നത് എന്ന് BJP വക്താവ് സുധാൻഷു ത്രിവേദി. बहिष्कार के चलते हुए जनता भी क्रमशः उनको सत्ता से बहिष्कृत करती चली जा रही है. हर ऐतिहासिक अवसर का विरोध करते करते कांग्रेस ने आज भारतीयता के श्रेष्ठतम मूल्यों के प्रतीक भगवान श्री राम के मंदिर की प्राण प्रतिष्ठा का बहिष्कार करके ये दर्शा दिया है. അയോധ്യ വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം എന്താണോ അതാണ് കർണാടകയിലെ കോൺഗ്രസിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. വിശ്വാസത്തിൽ രാഷ്ട്രീയം കളിക്കാനില്ല എന്നും സിദ്ധരാമയ്യ. BJP രാമനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് ശ്രീരാമനെതിരല്ല.
ഗ്രാമങ്ങളിൽ രാമക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് കോൺഗ്രസ് ആണെന്നും സിദ്ധരാമയ്യ. See, we are not against Sri Ramchandra. We are all followers of Muslim Chandra. We have built Ram Mandira in our villages. We are for Sri Ramchandra. But they are making politics out of this. They have built Ram Mandira, okay, no problem. But they are making politics. We are opposing politics.